അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഈ സായം സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അറിയിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ അല്പസമയത്തേക്ക് മാത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്പസമയം മാത്രം തിരുവചനത്തിൽ വളരെയേറെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പഠിക്കുവാനുണ്ട് എന്നുള്ളതല്ല, പഠിക്കുവാനുള്ളതാണ് മുഴുവനും. അതെല്ലാം മനുഷ്യന്റെ ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടിയും മനുഷ്യൻ ആരാണ് എന്ന് ദൈവം ബോധ്യപ്പെടുത്തി തരുന്നത് മനസ്സിലാക്കുവാൻ വേണ്ടിയും ദൈവത്തിൽ നിന്ന് മനുഷ്യൻ പ്രാപിക്കേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും അവന് ലഭിക്കേണ്ടതിന് വേണ്ടിയും അവൻ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കേണ്ടതുണ്ട്. കാരണം ഈ ലോക ജീവിതത്തിൽ നാം ഉഴലുകയും വലഞ്ഞ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും വളരെയേറെ കഷ്ടതകളിൽ കൂടിയും പ്രതികൂലങ്ങളിൽ കൂടിയും ഒക്കെ കടന്നു പോകുന്നതായ മനുഷ്യരാണ്. എന്നാൽ ദൈവം പറയുന്നത്, നീ അതൊന്നും അനുഭവിക്കേണ്ടതായ യാതൊരു കാര്യവുമില്ല, എന്നിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നാൽ നിന്റെ മുൻപിൽ വരുന്നതായ എല്ലാ പ്രതിസന്ധികളെയും ഞാൻ നീക്കുക മാത്രമല്ല, പ്രതികൂലങ്ങളെയൊക്കെ നിനക്ക് ഞാൻ അനുകൂലമാക്കി തരുവാൻ ശക്തിയുള്ള ദൈവമാണ്. ആയതിനാൽ നീ എന്നിൽ വിശ്വസിച്ചാൽ മാത്രം മതി. പഴയ നിയമത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എല്ലാവരും ധാരാളമായി കേൾക്കുകയും പഠിക്കുകയും സുപരിചിതമായ ഒരു വാക്യമാണ്. ഒരു പ്രവാചകന്റെ ശിഷ്യൻ മരിച്ചു പോയപ്പോൾ ആ പ്രവാചകന്റെ ഭാര്യ ഓടിച്ചെന്ന് പ്രവാചകനോട് പറയുകയാണ്, യഹോവ ഭക്തനായ എന്റെ ഭർത്താവ് നിന്റെ ദാസനായിരുന്നു, മരിച്ചുപോയി. ഇപ്പോൾ കടക്കാർ വന്ന് എന്റെ മക്കളെ പിടിച്ചുകൊണ്ടു പോകുവാൻ തുടങ്ങുന്നു എന്ന്. എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. അപ്പോൾ ദൈവം മനുഷ്യനെ തക്ക സമയത്ത് സഹായിക്കും, തക്ക സമയത്ത് അവരെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പോൾ പ്രവാചകൻ എന്തു പറഞ്ഞു? നിന്റെ വീട്ടിൽ എന്തുണ്ട്? എന്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മരിച്ചുപോയ പ്രവാചക ശിഷ്യന്റെ ഭാര്യ പറയുവാനിടയായി. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെയും വെറും പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അയൽപക്കത്തുള്ള സകല വീടുകളിൽ നിന്നും അവര് ഉപയോഗിച്ചതിന് ശേഷം മാറ്റിവെച്ചിരുന്ന, അല്ലെങ്കിൽ അവർക്ക് മിച്ചമായിട്ടിരുന്ന പാത്രങ്ങൾ മുഴുവൻ ഈ സ്ത്രീക്ക് കൊടുക്കുവാനിടയായി. ആ സ്ത്രീ തൻ്റെ ഭവനത്തിൽ വന്ന് അവളുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു ഭരണി എണ്ണ വാങ്ങിക്കൊണ്ടുവന്ന സകല പാത്രങ്ങളിലേക്കും നിറയ്ക്കുവാൻ തുടങ്ങി. അങ്ങനെ സകല പാത്രങ്ങളും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ എണ്ണയുടെ ഒഴുക്കും നിന്നുപോയി. ദൈവം അവളെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. അവളുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് മറ്റാരും അവളെ സഹായിക്കുവാനില്ല. ആയതിനാലാണ് അവൾ ദൈവത്തിൻ്റെ ദാസന്റെ അടുത്തേക്ക് തന്നെ ഓടി വന്നത് എന്ന് മനസ്സിലാക്കിയ ദൈവം അവൾക്ക് ആവശ്യമായത് നൽകുവാൻ ഇടയായി തീർന്നു. അല്ലാതെ അവൾ
അലഞ്ഞു തിരിഞ്ഞ് ഉഴന്ന് നടക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയായി മാറിപ്പോകുകയല്ലായിരുന്നു. മറിച്ച് ദൈവം പകർന്നു കൊടുത്ത എണ്ണ വിറ്റ് അവളുടെ കടവും വീട്ടി അവളുടെ ഉപജീവന മാർഗത്തിന് അത് ബാക്കിയുണ്ടായിരുന്നത് കൊണ്ട് അവൾ ഉപജീവന മാർഗവും നടത്തി കഴിഞ്ഞു എന്നവിടെ കാണുന്നുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് കനിഞ്ഞു തന്നു കഴിഞ്ഞെന്നാൽ അത് ഒരു കാലത്തും നിന്നു പോകുകയില്ല. അതുകൊണ്ട് നമുക്ക് എത്ര കാലം തലമുറയോളം നമുക്ക് ഉപജീവനം കഴിക്കുവാനുള്ളത് തന്നെ ദൈവം തരികയുള്ളൂ. അല്ലാതെ ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ അല്ല, തലമുറകൾ തന്നെ അതനുഭവിക്കും. അതാണ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരനുഗ്രഹം ലഭിച്ചു കഴിയുന്നത്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: അവന്റെ ശ്രുതി സുറിയയിലൊക്കെയും പരന്നു, നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവരെ സൗഖ്യമാക്കി. ഇവരാരും അലഞ്ഞു തിരിഞ്ഞ് രോഗികളായിട്ട് നടക്കുകയല്ലായിരുന്നു. ഭൂതം ബാധിച്ച മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന ഒരു ഭൂതഗ്രസ്തനും സുബോധം നഷ്ടപ്പെട്ടു പോയവനായിട്ടല്ല തിരിച്ചുപോയത്, അവൻ സുബോധമുള്ളവനായിട്ടാണ് തിരിച്ചുപോയത്. അവൻ്റെ മാതാപിതാക്കളെ അവന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു, അവൻ്റെ സഹോദരങ്ങളെ അവന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു, അവനെ സൗഖ്യമാക്കിയ ദൈവത്തെ അവന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. അപ്പോൾ ഏത് വ്യാധി പിടിച്ചവരാണെങ്കിലും ഏത് രോഗം പിടിപെട്ടവരാണെങ്കിലും, നാനാ വ്യാധികളെന്ന് പറയുമ്പോൾ വ്യാധി ഒരു രോഗമല്ല, അത് നമ്മുടെ മനസ്സിനെ എപ്പോഴും എന്നും അലട്ടിക്കൊണ്ടിരിക്കുന്നതായ നമുക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത ഏതോ ഒരു വലിയ വിഷയമാണ് വ്യാധി. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചെല്ലുന്നുവെങ്കിൽ തീർച്ചയായും നമ്മളിൽ നിന്ന് ആ വ്യാധിയെ നീക്കിക്കളയും ദൈവം. പകരം അവിടെ നമ്മളെ സന്തോഷത്തോടെ പറഞ്ഞയക്കുകയും ചെയ്യും. അതിന് നാം ചെയ്യേണ്ടത് എന്താണ്? ഈ ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമാണ് നാം ചെയ്യേണ്ടതെന്ന് ഇവിടെ തിരുവെഴുത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മത്തായി 14:24 പറയുകയാണ്: പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞു എന്ന്. പടകെന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് വെള്ളത്തിൽ കൂടി നാം യാത്ര ചെയ്യുന്ന പടക്, ഒന്ന് നമ്മുടെ ഹൃദയമായും ആകുന്ന പടക്. ഇവിടെ നമ്മുടെ ഹൃദയത്തെ തന്നെ നമുക്ക് പരിശോധിച്ചു നോക്കിയെന്നാൽ പലപ്പോഴും കരയിൽ നിന്ന് ദൂരേക്ക് നാം അറിയാതെ ഒഴുകിപ്പോയി വിവിധങ്ങളായ പ്രതികൂലങ്ങളാൽ നാം വലയുകയും ഉത്തരം കണ്ടെത്തുവാൻ കഴിയാതെ തളർന്നു പോകുകയും ചെയ്യും. കാരണം ലക്ഷ്യമില്ലാത്ത ഒരവസ്ഥയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്: പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞു. അപ്പോൾ പ്രതികൂലമായ കാലങ്ങൾ, പ്രതികൂലങ്ങളായ അവസ്ഥകൾ, പ്രതികൂലങ്ങളായ സാഹചര്യങ്ങൾ എത്രയെത്ര ചിന്തിച്ചിട്ടും യാതൊരു എത്തുപിടിയും കിട്ടാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ, യാതൊരു ലക്ഷ്യവുമില്ലാതെ അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥ. അത്തരം അവസ്ഥയിൽ പ്രിയമുള്ളവരെ, നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ സഹായിക്കും, നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കും. നാം എത്ര ഭയങ്കര തിരകളാണ് നമ്മളുടെ മേൽ ആഞ്ഞടിക്കുന്നതെങ്കിലും അതിനെയൊക്കെയും ശാന്തമാക്കി നമ്മളെ സ്വസ്ഥതയുടെ ഒരു തീരത്തേക്ക് ദൈവം കൊണ്ടുപോകും എന്ന് ഉറപ്പായിട്ടും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും എന്ന് ഞാനിവിടെ പറയുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം: കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്നിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ലോകം ഒരിക്കലും യോഗ്യമല്ലാത്ത ചില സാഹചര്യങ്ങൾ, അവസ്ഥകളിൽ കൂടി നമ്മൾ ഈ ലോകത്ത് കൂടി നടക്കും. ഈ ലോകം ഒരിക്കലും നമുക്ക് അനുകൂലമല്ല, നമുക്ക് പ്രതികൂലം തന്നെയാണ്. അങ്ങനെയുള്ള പ്രതികൂലത്തിൽ
നാം ഉഴന്നും വലഞ്ഞും വിശന്നും ദേശത്തു കൂടെ കടന്നു പോകും. അവർക്ക് വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞു എന്ന് ഇവിടെ മുഷിഞ്ഞു, തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെയും ശപിച്ചു മുഖം മേലോട്ട് തിരിക്കും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് പറയുന്നത് യെശയ്യാവ് 8:21 വാക്യമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ അവൻ ഉഴന്നു നടക്കുന്നവനായിരിക്കുകയില്ല, അവൻ ദാരിദ്ര്യം അനുഭവിക്കുന്നവനായിരിക്കുകയില്ല. അവൻ്റെ ജീവിതത്തിൽ കർത്താവ് അവന് നല്ല സ്വസ്ഥതയോടെ കൂടിയുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യും. അവൻ നല്ല സമാധാനമായിട്ട് തന്നെ കിടന്നുറങ്ങും. അവൻ്റെ ഭവനത്തിൽ സന്തോഷം എന്നും എപ്പോഴും നിലനിൽക്കും. കാരണം യേശുക്രിസ്തു സ്നേഹവും സമാധാനവും സന്തോഷവുമാണ്. അതിൽ ഒന്നാമതായിട്ടുള്ളത് സ്നേഹം തന്നെയാണ്. ആ സ്നേഹം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എന്നും എപ്പോഴും ഉണ്ടായിരിക്കും. ആയതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വലിയ കോളനിയിലെ എല്ലാ മനുഷ്യരോടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും വസിക്കട്ടെ. യേശു കർത്താവ് എല്ലാവിധ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കും.